പച്ചില മരുന്നുകളും അല്ലെങ്കിൽ ഈ എന്താ പറയുക, ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട് ഈ പച്ചില കൊണ്ടുണ്ടാക്കിയ ഉണ്ടമരുന്നുകളും ഒക്കെ കഴിക്കുന്നതായിട്ട്, പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അത് നമ്മുടെ നേരത്തെ നമ്മൾ കർക്കിടക കഞ്ഞിയെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ അതേപോലെ അതിൻ്റെ കുറേ പൊടിച്ചേർപ്പുകൾ മരുന്നുകൾ വെച്ചിട്ട് അരിയുമൊക്കെ ഇടിച്ച് ഉണ്ടാക്കുന്ന മരുന്നുണ്ട എന്നുള്ളൊരു ട്രഡീഷണൽ ഉണ്ട, അത് എള്ളുമൊക്കെ അതിനകത്ത് വരും. പണ്ടകാലങ്ങളിൽ പനഞ്ചർക്കരയും എള്ളും ഒക്കെ ഇടിച്ച് സ്ത്രീകളുടെ പെൺകുട്ടികൾക്കൊക്കെ കൊടുക്കുമായിരുന്നു. തേജസ്സിലെ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കുമായിരുന്നു. അവർക്ക് ആർത്തവത്തിൻ്റെ ക്രമമെല്ലാം കറക്റ്റ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പം അതേപോലെ തന്നെ ദശപുഷ്പങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കാവാലം നാരായണ പണിക്കർ 1978 പടം ഫിലിം ഇറങ്ങി. അതായത് മുക്കുറ്റി തിരുതാളി കാടും പടലും ഒക്കെ പറിച്ച് കെട്ടിത്ത അതിനകത്ത് ഈ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് ആൾക്കാർക്കൊരു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നാടൻ പശ്ചാത്തലത്തിൽ എഴുതിയതാണെങ്കിലും അതിനൊക്കെ ഒരുപാട് അന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. തൊടിയിലുള്ള എല്ലാ സാധനങ്ങളെ പറ്റിയും ഈ ദശപുഷ്പങ്ങളെ പറ്റിയും പത്തിലെ പറ്റിയും ഒക്കെ അറിയാമായിരുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ മരുന്നുണ്ട ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ച് ഈ സമയത്ത് വന്നിരുന്നത് അതിനകത്ത് ദഹന പചന പ്രക്രിയകളെ ഒന്ന് ഉത്തേജിപ്പിക്കുക എന്നുള്ള ഒരു അടിസ്ഥാനത്തിലായിരുന്നു ചെയ്തിരുന്നത്. പെട്ടെന്ന് ദഹിക്കുക, ഈ പോഷക സമ്പത്തും ഒക്കെ ഉൾക്കൊണ്ടിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു നടത്തിയിരുന്നത്. പക്ഷെ അത് കഴിക്കുന്നത് കൊണ്ട് ഏറ്റവും ഗുണപ്രദമാണ് ഈ സമയങ്ങളിൽ. പ്രത്യേകിച്ച് അല്ലാത്ത സമയങ്ങളിൽ നമുക്കത് ഇടയ്ക്ക് പ്രാക്ടീസിൽ മന്ത്ലി വൺസ് ഒക്കെ ഉൾപ്പെടുത്താം. പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. അവർക്ക് ഫ്യൂച്ചറിൽ ഒരു നല്ലൊരു ബലമുള്ള ഒരു യൂട്രസ് കിട്ടി വരുന്നതിന് വേണ്ടിയിട്ട്.